നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിയെ പുറത്താക്കണമെന്ന് ലോകായുക്ത വിധിച്ചത് ഇന്നലെയാണ്. ചട്ടങ്ങൾ ലംഘിച്ച് ബന്ധുവിനെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിൽ നിയമിച്ചതിനാണ് നടപടി. കെ.ടി. ജലീൽ രാജിവെക്കണം എന്ന പ്രതിപക്ഷ ആവശ്യം ഇന്ന് CPM പാടെ തള്ളി. നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് മന്ത്രി. ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇന്ന് ചേർന്ന CPMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗവും രാജി എന്ന ആവശ്യം പൂർണ്ണമായും തള്ളിക്കൊണ്ട് സർക്കാരും പാർട്ടിയും ജലീലിന് പിന്തുണ നൽകുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു കാര്യമായി ഇന്ന് പ്രധാനമായും വന്നത് സംസ്ഥാന നിയമസഭയിലെ സ്പീക്കർ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുന്നു എന്നാണ്. ഇന്നലെ ഏതാണ്ട് 4 മണിക്കൂറോളം ഔദ്യോഗിക വസതിയിൽ വെച്ച് കസ്റ്റംസ് സൂപ്രണ്ട് നേതൃത്വത്തിലുള്ള സംഘം ആ തരത്തിൽ സ്പീക്കറെ ചോദ്യം ചെയ്യുകയായിരുന്നു. അതേസമയം ഇതിനെ മറ്റു തരത്തിൽ കാണരുതെന്നും സ്പീക്കറോട് ചില വിവരങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ചോദിച്ചറിയാനുണ്ടായിരുന്നു. അതിനുള്ള നടപടികൾ മാത്രം അവർ ചെയ്യുകയാണ് ചെയ്തതെന്നും ഒരു തവണ മാത്രമാണ് കസ്റ്റംസ് ഇതിനു മുൻപ് നോട്ടീസ് നൽകിയത് എന്നും അതിനെ രാഷ്ട്രീയമായ രീതിയിൽ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കരുത് എന്നും സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണവുമായി വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ രണ്ട് വിഷയങ്ങളാണ് വാർത്തയിൽ ഇന്ന് അടുത്ത അരമണിക്കൂർ ചർച്ച ചെയ്യുന്നത്. VS അനു നമ്മോടൊപ്പം ചേരുന്നു. അനു, ഈ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായി സ്പീക്കർ എന്ന വാർത്ത പുറത്തു വന്ന അല്പം മുമ്പാണ്. സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണവും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിനെ മറ്റൊരു തരത്തിൽ കാണരുതെന്നും ചില വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് കസ്റ്റംസ് ചെയ്തതെന്നും ആണ് സ്പീക്കറുടെ വിശദീകരണം. ഒപ്പം ഏതാണ്ട് 3-4 ദിവസമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തലസ്ഥാനത്തുണ്ടെന്നും അനുവാദം നൽകാൻ വൈകിയതിന്റെ ഫലമായാണ് ഇന്നലത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റേണ്ടി വന്നതും എന്നുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, നമുക്കിപ്പോ മനസ്സിലാക്കുന്ന പ്രകാരം 2 ദിവസങ്ങളിൽ സ്പീക്കറുടെ മൊഴി കസ്റ്റംസ് രേഖപ്പെടുത്തി എന്ന ഏറ്റവും പുതിയൊരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്നലെയും മെനിഞ്ഞാന്നുമായി മൊഴി രേഖപ്പെടുത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം സ്പീക്കറുടെ ഓഫീസ് നൽകുന്നില്ല. ഏതായിരുന്നാലും വാർത്ത സ്പീക്കറുടെ ഓഫീസ് നിഷേധിക്കുന്നില്ല. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയെന്നും ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചോദിച്ചറിഞ്ഞു എന്നും സ്പീക്കറുടെ ഓഫീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. നമ്മൾ നേരത്തെ രഞ്ജിത്ത് ഈ വാർത്ത വന്നപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഇന്നലെ മുതൽ ഇത്തരത്തിലുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ സ്പീക്കറുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ സ്പീക്കറുടെ അടുത്ത ആൾക്കാരിൽ നിന്നോ യാതൊരുവിധ സ്ഥിരീകരണവും ലഭിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്പീക്കറിൽ നിന്ന് ചോദിച്ചറിയുകയായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഈ സ്പീക്കറുടെ ഓഫീസിന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് പോലെ സ്പീക്കർ പറഞ്ഞിട്ടാണ് വന്നത്. സ്വാഭാവികമായും അത് നമുക്ക് അംഗീകരിച്ചേ മതിയാവും. കാരണം നിയമസഭയും നിയമസഭയുമായി ബന്ധപ്പെട്ട കോമ്പൗണ്ടും സ്പീക്കറുടെ പ്രത്യേക വിവേചനാധികാരമുള്ള ഇടമാണ്. അവിടേക്ക് ഒരു വ്യക്തിക്ക് പോലും അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ അകത്തേക്ക് കടക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവർക്ക് അനുവാദം നൽകിയത് കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങോട്ട് എത്തിയത് എന്നും ആ വാർത്താക്കുറിപ്പ് അദ്ദേഹത്തിന്റെ വാദം നമുക്ക് ശരിവെച്ചേ മതിയാകും. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി കാണരുത് എന്ന് പറയുമ്പോൾ സ്പീക്കറിനെ പോലെ ഒരു വ്യക്തി ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരായിട്ടുള്ള മൊഴികൾ സ്വപ്നയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് വലിയ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം അടക്കമുള്ളവർ ഉയർത്തിക്കാട്ടുന്നു. സ്വാഭാവികമായും സ്പീക്കറുടെ ഈ അദ്ദേഹത്തിൽ നിന്നും മൊഴിയെടുക്കേണ്ട സാഹചര്യവും രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം ഇന്നലെ കെ.ടി. ജലീലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം, അതിനുശേഷം ഇപ്പോൾ സ്പീക്കറിന്റെ മൊഴിയെടുക്കൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ അവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം സർക്കാരിനെ സംബന്ധിച്ച് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. അനു, നമുക്കിപ്പോൾ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, CPM നേതാവ്, അദ്ദേഹം ടെലിഫോണിലായിട്ടുണ്ട്. കെ.ടി. കുഞ്ഞിക്കണ്ണൻ, സ്പീക്കറെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി 2 തവണ ചോദ്യം ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ ഒന്ന്. 2 തവണ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ വിശദീകരണമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത് നിയമസഭയുടെ ഭരണഘടനാ പദവിയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്പീക്കറുടെ സൗകര്യം ചോദിച്ചറിഞ്ഞ് ഔദ്യോഗിക വസതിയിൽ വെച്ച് കസ്റ്റംസ് വേണ്ട വിശദീകരണം തേടുകയായിരുന്നു. ഒരു തവണ മാത്രമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറ്റ് ഊഹാപോഹങ്ങൾ ശരിയല്ല എന്ന വിശദീകരണവും വന്നിരിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്. കാരണം ഈ സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രതിയുടെ മൊഴിയിൽ സ്പീക്കറുടെ പങ്ക് അവർ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഭരണഘടനാപരമായി ഉന്നത പദവിയിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ സംശയ നിഴലിലെങ്കിലും നിൽക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളിൽ ശരിയാണോ? അതിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും അപകീർത്തിപ്പെടുത്തുക എന്ന ഒരു അജണ്ട BJPക്കുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ്
ഈ പ്രതിയുടെ മൊഴി എന്ന് പറയുന്ന മൊഴിയെപ്പോലും കാണേണ്ടത്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസായിട്ട് നേരത്തെ തന്നെ നമുക്ക് തോന്നിയൊരു കാര്യമാണ്. ഇത് വ്യാപകമായ രീതിയിൽ CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച്, കേരള സർക്കാരിനെ സംബന്ധിച്ച് പരത്തുക, അതിന്റെ ഭാഗമായിട്ടൊരു പുകമറ സൃഷ്ടിക്കുക എന്നൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഇതൊക്കെ രഞ്ജിത്ത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു സ്പീക്കർ, നിയമസഭയുടെ പദവി, അതൊക്കെ നോക്കുമ്പോൾ ഒരു കാരണവശാലും സംശയത്തിന്റെ നിഴലിൽ ആകാൻ പാടില്ല. സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നത് വ്യാജമൊഴികളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടേണ്ടി വരും. അതാണ് CPM സ്വീകരിക്കുന്ന ഒരു നിലപാട്. ആ രീതിയിലാണ് ഈ വിഷയങ്ങളെ കണ്ടിട്ടുള്ളത്. അല്ല, ഈ വിഷയത്തിൽ നേരത്തെ ഒരു തവണ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു, പക്ഷേ അദ്ദേഹം ഹാജരായില്ല. പിന്നീട് ഈ 2 ദിവസം 4 ദിവസമൊക്കെ ഇവരിവിടെ ക്യാമ്പ് ചെയ്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്പീക്കറെ ചോദ്യം ചെയ്യുകയാണ്. അനുവാദം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സൗകര്യപ്രദമായൊക്കെ. അങ്ങനെ ഒരു സംശയ നിഴൽ, ഈ പറഞ്ഞതുപോലെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ മാത്രം, ഒരു ഫാബ്രിക്കേറ്റ് കേസാണെങ്കിൽ മാത്രം തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത സ്പീക്കർക്കുണ്ട്. സ്വാഭാവികമായും അങ്ങോട്ട് ചെന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നൊരു ബാധ്യത കൂടി അദ്ദേഹത്തിനില്ലേ? അല്ലാതെ ഇത്രയും നാളിത് ഇങ്ങനെ താമസിക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് വീണ്ടും സംശയം ഉണ്ടാകുന്നത് എന്തൊക്കെ അദ്ദേഹത്തിന് ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും ഉണ്ട് എന്ന കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് കസ്റ്റംസ് വിശദീകരണം തേടിയോ എന്നുള്ള കാര്യം നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കതിന്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്പീക്കറെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ ഗൂഢാലോചന, ഉപജാപക രാഷ്ട്രീയത്തിന്റെ ആശാനായിട്ടുള്ള ഈ TP നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ക്രൈം പത്രാധിപരുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ അദ്ദേഹത്തിന് ഒരു വളരെ വിവരമുള്ള ആധികാരികത്തുള്ള കാര്യങ്ങളാണെന്നുള്ളത് അവതരിപ്പിക്കുക, മുഖ്യധാര മാധ്യമങ്ങളെ ഏറ്റെടുക്കുക, അത് രമേശ് ചെന്നിത്തലയും ചെറിയ പ്രശ്നമാണ്. അദ്ദേഹത്തിന് ടെലിഫോണിൽ അത്ര ക്ലിയർ അല്ല. ശ്രീ ജോർജ് കുര്യൻ, BJP നേതാവ് ശ്രീ ജോർജ് കുര്യൻ കൂടി ടെലിഫോണിലായിരുന്നു. ശ്രീ ജോർജ് കുര്യൻ, നേരത്തെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM-ന്റെ നേതാവാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരു വ്യാജമൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കറെ ചോദ്യം ചെയ്യുകയായിരുന്നു കസ്റ്റംസ്. അത് അത്തരത്തിൽ ആ മൊഴി ഫാബ്രിക്കേറ്റഡ് ആണ്, അതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ വിഷയത്തെ സമീപിച്ചത്. അല്ല, അതിനവര് FIR രജിസ്റ്റർ ചെയ്യുക, അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട കസ്റ്റംസുകാരെ. അതാണല്ലോ അവരുടെ ഒരു നടപടിക്രമം. അത് അതിന്റെ ഒരു വഴിക്ക് നടക്കട്ടെ. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുക, അവരെ അറസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ അതാണ്, ആ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കോടതിയും തീരുമാനം എടുക്കാൻ പാടില്ല. അതൊക്കെ അവർ നേരത്തെ തെളിയിച്ചതാണ്. ചുംബൻ എന്ന് വിളിച്ചു ഒരു ഹൈക്കോടതി ജഡ്ജിയെ പ്രതീകാത്മകമായിട്ട് നാട് കടത്തി. അപ്പൊ അതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. ഈ ബൂർഷ്വ കോടതിയിലോ അതുപോലെ അന്വേഷണ ഏജൻസിയിലോ ഒന്നും അവർ വിശ്വസിക്കുന്നില്ല. അവരുടെ പോലീസ് അസോസിയേഷനോ അങ്ങനെയുള്ള പോലീസ് യൂണിയനോ ഒക്കെയുള്ള സംവിധാനത്തിൽ മാത്രമേ അവര് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വ്യാജമാണ് എന്ന് അവര് പറഞ്ഞാൽ അത് അടിയൻ എന്ന് പറഞ്ഞ് ജനം കേട്ടോണം. അതാണ് ഇപ്പോഴത്തെ ഭരണം. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. കസ്റ്റംസുകാർ ചോദ്യം ചെയ്യട്ടെ, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകട്ടെ. കോടതിയല്ലേ തീരുമാനിക്കുന്നത്. കോടതി തീരുമാനിക്കട്ടെ. ഇവര് കസ്റ്റംസിനെതിരെ കേസെടുക്കട്ടെ, അതും കോടതി തീരുമാനിക്കട്ടെ. അതേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇവര് കേസെടുക്കട്ടെ, ED-ക്കെതിരെ കേസെടുക്കട്ടെ, ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില ബോംബുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ ഈ ബോംബുകൾ വർഷിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്? അതെന്തുകൊണ്ടാണ് എന്ന സംശയവും ചില UDF കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് കസ്റ്റംസ് പോകുന്നു? അങ്ങനെ ഉപയോഗിക്കാനാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിക്കൂടെ? അല്ലല്ല, ബോംബ് പറഞ്ഞത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ ബോംബിന്റെ കാര്യം പറഞ്ഞു. അല്ലാതെ BJP ഒന്നും പറഞ്ഞിട്ടില്ല, കസ്റ്റംസും പറഞ്ഞായിട്ട് അറിയത്തില്ല. അതായത് പ്രതിപക്ഷ നേതാവ് ബോംബ് കൊണ്ടുവരുന്നതെന്ന് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അത് അവർ രണ്ടുപേരും കൂടെ ആലോചിച്ച് ചെയ്തതായിരിക്കും. അതിൻ്റെ അകത്ത് BJPക്ക് ബന്ധമൊന്നുമില്ല. BJP ബോംബ് എന്നുള്ള കാര്യം ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. കസ്റ്റംസുകാർ നിരന്തരമായിട്ട് അവർ അന്വേഷണത്തിന് വേണ്ടി നടപടിക്രമമായിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ബോംബുമായിട്ട് ബന്ധമില്ലാതെ പ്രതിപക്ഷ നേതാവിനോടും മുഖ്യമന്ത്രിയോടും ചോദിച്ചാൽ മതി. BJPയോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. ഈ ഒപ്പം ശ്രീ ജോർജ് കുര്യൻ, മറ്റൊരു കാര്യത്തിൽ കൂടി താങ്കൾ അഭിപ്രായം തേടേണ്ടതുണ്ട്. കാരണം ഈ KT ജലീലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യം പ്രതിപക്ഷവും BJPയും ഒക്കെ ഉന്നയിച്ചിരുന്നു, കോൺഗ്രസും BJPയും ഒക്കെ. അവിടെ ഇന്നും രാഷ്ട്രീയ സംരക്ഷണം നൽകാൻ തന്നെയാണ് CPM-യുടെ തീരുമാനം. ഒപ്പം നിയമപരമായി ഈ വിഷയത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനവും അവർ സ്വീകരിച്ചിരിക്കുന്നു. ലോകായുക്തയെ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ബോഡി ഈ വിഷയത്തിൽ നിർണായക തീരുമാനമെടുക്കുമ്പോൾ മന്ത്രി മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ ഈ നിലപാടിൽ തുടരുന്നതിൽ BJPയുടെ പ്രതികരണം എന്താണ്?
അല്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ലോകായുക്തക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അതാണല്ലോ ഇപ്പോഴത്തെ രീതി. ലോക്പാൽ ബില്ലിന്റെ സമര കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ലോക്പാൽ വന്നു കഴിഞ്ഞാൽ, ലോകായുക്ത വന്നു കഴിഞ്ഞാൽ അഴിമതി ഇല്ലാതാകും, നേരിട്ട് നടപടിയെടുക്കാൻ സാധിക്കും, മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും, മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം കൊടുത്താൽ അത് പാലിക്കാതിരിക്കാൻ പറ്റില്ല, എന്തെന്ത് പ്രസംഗങ്ങളായിരുന്നു. ഇപ്പൊ അവര് അന്വേഷിച്ച് നടക്കുകയാണ് അവർക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ. എന്താണ് ഈ ഭരണം? ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ചെയ്യുന്നത്? ജനാധിപത്യത്തെ പറ്റിയുള്ള എല്ലാ സങ്കല്പങ്ങളും അവർ തകർക്കുകയാണ്. കോടതി ഒരു പ്രശ്നമല്ല, അന്വേഷണ ഏജൻസികളുടെ പ്രശ്നമല്ല, അവരുടെ കേഡർ മാത്രമേ അവർക്ക് ബാധകമായിട്ടുള്ളൂ. അതാണ് ബംഗാളിലും ത്രിപുരയിലും കണ്ടത്. അതിപ്പോ കേരളത്തിൽ ആവർത്തിക്കാൻ പോവുകയാണ്. അത് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് രാജിവെക്ക മാത്രമല്ല, എന്തെങ്കിലും ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ മന്ത്രി സ്വയം രാജിവെക്കണ്ടേ? മുഖ്യമന്ത്രി പുറത്താക്കുകയോ രാജിവെക്കുകയോ എന്തെങ്കിലും ചെയ്യണ്ടേ? അതിന് പകരം ഇത് ലോവർ കോടതിയാണ്, ഇവർക്ക് എന്താ അവകാശമുണ്ട്, ഇതിന് മോളി കോടതിയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ലോക്പാൽ ബില്ലിന്റെ ചർച്ചയുടെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞ ലോകായുക്ത വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, അവര് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നാണ്. പിന്നിപ്പം അഡ്വക്കേറ്റ് ജനറൽ ഉപദേശം കൊടുക്കും എന്താ ചെയ്യേണ്ടി എന്നുള്ളത്. അതാണ് ഈ രാജ്യത്തെ അവസ്ഥ. ഇത് നിയമപരമായ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം അതിനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ടല്ലോ. ആരെതിർക്കുന്നു? അതല്ല ഞാൻ പറഞ്ഞത്. കേസെടുക്കട്ടെ, കസ്റ്റംസിനെതിരെ കേസെടുക്കണം, അത് നിയമമല്ലേ? ഇഡിക്കെതിരെ നിയമം എടുക്കുന്നത്, കേസെടുക്കുന്നത് നിയമമല്ലേ? ലോകായുക്തക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അഡ്വക്കേറ്റ് ജനറലോട് ചോദിക്കുന്നത് നിയമമല്ലേ? അതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ജനങ്ങളത് മനസ്സിലാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കാരണവശാലും ജലീൽ രാജിവെക്കരുത്. ജലീൽ അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം. അങ്ങനെ അഴിമതിക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കുക. അങ്ങനെ നാണം കെട്ട ഒരു സർക്കാരായിട്ട് മാറുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ശരി, ഇത്തരത്തിലാണ് BJP-യുടെയും CPM-ന്റെയും പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ഏതായാലും കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്പീക്കർ. ഒപ്പം KT ജലീലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആ തരത്തിൽ നടക്കുകയാണ്. അത് CPM ഏതാണ്ട് പൂർണ്ണമായ പിന്തുണ KT ജലീലിന് നൽകിയിരിക്കുന്നു. സർക്കാരിന്റെ അത്തരത്തിലുള്ള നടപടി തന്നെയാണ്. രാജി ആവശ്യം CPM തള്ളി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകായുക്ത ഉത്തരവിനെതിരെ നിയമപരമായി നീങ്ങാൻ ജലീലിന് CPM നിർദ്ദേശം നൽകി. നിയമപരിശോധനകൾക്ക് ശേഷം തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവനും പറഞ്ഞു. ലോകായുക്ത വിധിയുടെ പേരിൽ രാജിവെക്കുന്ന കീഴ്വഴക്കമില്ലെന്നാണ് മന്ത്രി AK ബാലന്റെ പ്രതികരണം. CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ജലീലിനെതിരെയുള്ള ലോകായുക്ത വിധി വിലയിരുത്തി. ഇതേ കേസിൽ നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചിട്ടുള്ളതാണ്. അതിനാൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്നും സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തു. ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശമുണ്ടായാൽ അപ്പോൾ രാജിക്കാര്യം ആലോചിക്കും. നിയമപരമായിട്ട് ബന്ധപ്പെട്ട ഒരു മന്ത്രിയായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ എന്താണ് നിയമം അനുശാസിക്കുന്നത് ആ നിലയിൽ കാര്യങ്ങൾ നീങ്ങും. ജലീലിനെ പിന്തുണച്ച് നിയമമന്ത്രി AK ബാലനും രംഗത്തെത്തി. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് ഉചിതമായ തുടർ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3 മാസത്തിൻ്റെ ഉള്ളിലെ നടപടികൾ സ്വീകരിക്കേണ്ടതുള്ളൂ. പ്രതിപക്ഷത്തു നിന്ന് ശക്തമായ സമരങ്ങൾ CPM പ്രതീക്ഷിക്കുന്നു. എങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ അത് സർക്കാരിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കില്ല. അതുകൊണ്ടുകൂടിയാണ് ഉടൻ രാജി വേണ്ടെന്ന നിലപാടിൽ CPM എത്തിച്ചേർന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരിച്ചെത്താം കൂടുതൽ ചർച്ചകളുമായി ഇടവേളയ്ക്ക് ശേഷം. ഡോളർ കടത്ത് കേസിൽ സ്വപ്നയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട സ്പീക്കറെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ചോദ്യം ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഒപ്പം KT ജലീലിന് പാർട്ടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു CPM. തൽക്കാലം മന്ത്രിസ്ഥാനത്ത് തുടരാം, മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന ആവശ്യം അംഗീകരിക്കുന്നില്ല തൽക്കാലം പ്രതിപക്ഷത്തിന്റെ എന്നാണ് ആ നിലപാട്. KSU നേതാവ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഭിജിത്ത് ടെലിഫോണിലുണ്ട്. അഭിജിത്ത്, ഇന്ന് സ്പീക്കറുടെ ഓഫീസിൻ്റെതായി അല്പം മുമ്പ് വന്ന വിശദീകരണം എന്ന് പറയുന്നത് സ്പീക്കറുടെ നിയമസഭയുടെ ഭരണഘടനാ പദവിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുസ്പീക്കറോട് ഏതാനും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് കസ്റ്റംസ് ചെയ്തത്. സ്പീക്കറുടെ സൗകര്യം ചോദിച്ചറിഞ്ഞ് ഔദ്യോഗിക വസതിയിൽ വെച്ച് കസ്റ്റംസ് അത്തരത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ഒരു തവണ മാത്രമാണ് ഇതിനു മുൻപ് നോട്ടീസ് നൽകിയത്. അല്ലാതെ ഈ പ്രതിപക്ഷമടക്കം പറയുന്നതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ചില വിവരങ്ങൾ അറിയാൻ മാത്രമാണ് വന്നത് എന്ന വിശദീകരണം തൃപ്തികരമാണോ അഭിജിത്ത്? ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയും കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും ആളെ ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെയാണ് ചോദ്യം ചെയ്യലെന്ന് പറയുന്നത്. ഒരു കേരളത്തിന് അപമാനമായി കേരളത്തിന്റെ ഒരു സ്പീക്കർ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന്
കേരളത്തിന്റെ ജനങ്ങളെ ആകെ വഞ്ചിച്ച് സ്വർണ്ണക്കടത്തിനും ഡോളർ കടത്തിനും കൂട്ടുന്നതിന്റെ പേരിൽ അത് ചോദ്യം ചെയ്തിരിക്കുമ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളാണ് ചോദിച്ചറിയാനാണ് വന്നത് എന്ന് പറഞ്ഞാൽ അതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങാൻ കേരളത്തിന്റെ ജനങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരാണോ രഞ്ജിത്ത്? അപ്പൊ ഈ രീതിയിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ്. ഒരു സ്പീക്കർ ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിരിക്കുന്ന വാർത്തകളും ശരിയാണെന്ന് കരുതേണ്ടി വരില്ലേ? ഈ സ്പീക്കർ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ കള്ളപ്പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മാധ്യമങ്ങൾ എവിടെയൊക്കെയാണ്, അത് വിദേശ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഡോളർ കടത്തിൽ ലാഭം കിട്ടിയിരിക്കുന്ന തുക ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നൊക്കെ വരുന്ന വാർത്തകളുണ്ട്. ആ വാർത്തകളെല്ലാം ശരിയാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരില്ലേ? ഒരു സ്പീക്കറെയാണ് കസ്റ്റംസ് 2 ദിവസമായി ചോദ്യം ചെയ്യുകയാണ്, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് വാദങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ്. ഈ വാദങ്ങളൊന്നും അപ്രസക്തമാകും. തൽക്കാലത്തേക്ക് ഇവർ പറയുന്ന വാദങ്ങളുണ്ടല്ലോ, ഇതെല്ലാം അപ്രസക്തമാകാൻ വേണ്ടി പോകുന്നു. ഇത്രയും വലിയ കൊടിയ കളവും കൊടിയ തട്ടിപ്പും കൊടിയ സ്വർണ്ണക്കടത്തുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്പീക്കറുടെ ഉൾപ്പെടെ അറിവോടും അനുമതിയോടും നടന്നത് നമ്മൾ കാണുകയാണ്. ഇതുപോലെ തന്നെ വലിയ വാദങ്ങൾ നിരത്തിയ ആളല്ലേ KT ജലീൽ എന്ന് പറയുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ആ KT ജലീലിനോട് രാജിവെച്ച് പോകാൻ, KT ജലീലിനെ പുറത്താക്കണമെന്ന് ലോകായുക്ത പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത്? അപ്പൊ കേരളത്തിന്റെ പൊതുചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആകമാനം കേരളത്തിന്റെ ജനങ്ങളെ ആകമാനം വഞ്ചിച്ച് മുന്നോട്ട് പോയ ഒരു മന്ത്രിയും ഒരു സ്പീക്കറുമായിരുന്നുവെന്ന് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന സംഭവം. ഈ കുറെ നാളായി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തപ്പോഴേക്ക് അന്വേഷണം അത് ഏതാണ്ട് ആ തരത്തിൽ നിലച്ച മട്ടായിരുന്നു. കൂടാതെ ഒരു വ്യാജമൊഴി, ചില വ്യാജമൊഴികളുടെ ഫാബ്രിക്കേറ്റഡ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചോദ്യം ചെയ്യലും അന്വേഷണമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സ്പീക്കർക്ക് എന്ത് പങ്കാളിത്തം ഉണ്ടാകുന്നു, ഇത്തരം വ്യാജമൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്പീക്കറെ കൊടുക്കാനായുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന CPM വാദത്തെ എങ്ങനെ കാണാം? അല്ല ശ്രീ രഞ്ജിത്ത്, നമുക്കറിയാലോ ഇവിടെ കൃത്യമായി BJPയും ഇടതുപക്ഷവും ഒന്നിച്ചാണ് മുന്നോട്ട് പോയത്. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വപ്നയുടെ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവർ മാറ്റിവെച്ചു. ഇവർ തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതെല്ലാം താൽക്കാലികമായി മാറ്റിവെച്ചുകൊണ്ട് ഇവർ ഒന്നിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷവും BJPയും ഒന്നിച്ച് കൈകോർത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മളതിന്റെ ഉദാഹരണ സമിതം ഇവിടെ BJPയുടെ ഓർഗനൈസറിന്റെ ഉൾപ്പെടെ നേതാക്കൾ, RSSന്റെ നേതാക്കൾ പരസ്യമായി രംഗത്ത് എന്ന് പറയുന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇവരെ സംബന്ധിച്ച് UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ അവിശുദ്ധമായ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടുകെട്ടിന്റെ ഭാഗമായി താൽക്കാലികമായി കേസ് അന്വേഷണം ഒക്കെ മരവിപ്പിച്ചു നിന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവരുടെ ധാരണയിലുള്ള ഒരുപക്ഷെ ധാരണയിലുള്ള കാര്യങ്ങൾ അവസാനിച്ചതിന് ശേഷം വീണ്ടും കേസുമായി മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ധാരണയിൽ എവിടെയെങ്കിലും ഉള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ വീണ്ടും കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇവർ UDFനെ പരാജയപ്പെടുത്താൻ BJPയും CPMും ഇവിടെ കൈകോർത്തത് പകൽ പോലെ സത്യമാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഈ സ്വപ്നയുടെ മൊഴിയുടെ പ്രകാരമാണെങ്കിലും അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലാണെങ്കിലും ഇതിനു മുൻപായിക്കൂടായിരുന്നോ? അത് ചെയ്യാത്തതെന്താ? അത് ചെയ്യാത്തത് കൃത്യമായിട്ടുള്ള ധാരണ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമല്ലേ? ഇപ്പൊ ലോകായുക്തയെ സംബന്ധിച്ച് ഇന്നലെയാണ് വീണ്ടും കേസെടുക്കുകയും വിധി പറയുകയും ചെയ്തത്. അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ സ്പീക്കറെ ചോദ്യം ചെയ്യുന്നതിലുൾപ്പെടെ ഇവർ വലിയ അവിശുദ്ധ കൂട്ടുകെട്ട് BJPയും CPM തമ്മിൽ ഉണ്ടായിരുന്നുവെന്ന് അതും തെളിയിക്കപ്പെടുകയാണ്. അതും ആ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടൊരു ഭരണ സംവിധാനത്തെ ആകമാനം അട്ടിമറിച്ച് മുന്നോട്ട് പോയ വിദ്യാഭ്യാസ മന്ത്രി KT ജലീലാണെങ്കിലും സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണെങ്കിലും ഇവരൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് രാജിവെച്ച് പോകാൻ ഇനിയെങ്കിലും തയ്യാറാകണം. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഇനിയെങ്കിലും മാപ്പ് പറഞ്ഞ് രാജിവെച്ച് പോകാൻ ഇവർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി അഭിജിത്ത്, BV അരുൺ കൂടി ചെയ്യുന്നുണ്ട്. അരുണ്, ഇവിടെ നിയമപരമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? ഏതെങ്കിലും തരത്തിൽ ആ തീരുമാനം സർക്കാർ നേരത്തെ നിയമപരമായി നേരിടുക, ഹൈക്കോടതിയിലേക്ക് പോവുകയൊക്കെ KT ജലീൽ തീരുമാനിച്ചിരിക്കുന്നു. അതിന് പാർട്ടിയുടെയും സർക്കാരിന്റെയൊക്കെ പൂർണ്ണ പിന്തുണയുണ്ടോ? പാർട്ടിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ അത്തരത്തിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. ജലീലിന് ഇന്നലെ തന്നെ CPMന്റെ പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തിയതാണ് ലഭിക്കുന്ന വിവരം. വിജയരാഘവൻ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് നിയമ വഴി തേടുന്നത്. അതായത് ഹൈക്കോടതിയിൽ അപ്പീലാണ് ജലീലിന്റെ പിന്നിലുള്ള പ്രധാന നിയമ വഴി. അതനുസരിച്ച് മുന്നോട്ട് പോകും. സർക്കാരിനും ലോകായുക്തയുടെ ഭാഗത്ത് ഇത് വിധി പകർപ്പ് ലഭിക്കേണ്ടതുണ്ട്. വിധി പകർപ്പ് ലഭിച്ചാൽ 3 മാസത്തിൽ സർക്കാർ നടപടിയെടുക്കണമെന്നാണ് നിയമം. അതുകൊണ്ടുകൂടിയാണ് അതിനു മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ ഈ അവധിക്കാലത്ത് തന്നെ വെക്കേഷൻ ബെഞ്ചിൽ തന്നെ പോയി 13-ാം തീയതി തന്നെ പോയി അനുകൂല വിധി സമ്പാദിക്കാനുള്ള അതിൽ സർക്കാരിന് പ്രതീക്ഷയുമുണ്ട്. കാരണം നേരത്തെ ഹൈക്കോടതി വിഷയത്തിൽ സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സർക്കാർ പ്രതീക്ഷിക്കുന്നത് അനുകൂല
വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്യുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. അതിന് പൂർണ്ണ പിന്തുണ CPMന്റെ ഭാഗത്തും ജലീലിനുണ്ട്. അതാണ് സാഹചര്യം. സർക്കാരിൻ്റെയും CPMന്റെയും പൂർണ്ണ പിന്തുണ ജലീലിനുണ്ട്. നിയമപരമായി നേരിടാൻ ജലീൽ തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ പോവുക എന്നുള്ളതാണ്. അതിനുള്ള നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അഡ്വക്കേറ്റ് ജനറലിന്റെ അടക്കം നിയമോപദേശം തേടിയിട്ടുണ്ട്. ഒപ്പം സ്പീക്കറുടെ വിശദീകരണവും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. പ്രധാനപ്പെട്ട അതിഥികൾ ശ്രീ ജോർജ് കുര്യൻ, ശ്രീ അഭിജിത്ത്, ഒപ്പം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ എന്നിവർക്ക് നന്ദി. ഈ അരമണിക്കൂർ ചർച്ചയിൽ പങ്കെടുത്തതിന്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.